വെൽക്കം ബാക്ക്. പതിവ് പോലെ തന്നെ ഏറെ നിരാശാജനകമായ ചില വാർത്തകൾ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതേ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റിയ ചില താരങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന വലിയ ദുരവസ്ഥ, അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതേ, നമ്മൾ നെഞ്ചിലേറ്റിയ 2-3 താരങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. ആദ്യം നമുക്ക് പോകേണ്ടത്, നമുക്കറിയാം, ശ്രീകുട്ടി വേദ ഫാമിലി വ്ലോഗൊക്കെ നടത്തുന്ന ഒരു പ്രമുഖ താരം തന്നെയാണ്. ഓട്ടോഗ്രാഫ്, ഏഷ്യാനെറ്റിന്റെ ഓട്ടോഗ്രാഫ് സീരിയലിലൂടെ നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു താരം തന്നെയാണ്. ആ സീരിയലിലെ ഓളുടെ കഥാപാത്രം ഇപ്പോഴും നമ്മളുടെ കൺമുന്നിലുണ്ട്. സിനിമയിലും സീരിയലിലും നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ഒരു പ്രമുഖ നടി തന്നെയാണ് ശ്രീകുട്ടി എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു തർക്കവുമില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ അപ്രതീക്ഷിതമായി ശ്രീകുട്ടിയുടെ ഒരു വീഡിയോ, ഒരു പോസ്റ്റ് എനിക്കൊരാൾ അയച്ചു തന്നു. അതിന് താഴെ വന്ന ചില കമന്റുകൾ. അതെ, ശ്രീകുട്ടി വേദ ഒരു ഫോട്ടോ പങ്കുവെക്കുന്നു. ഇന്നലെ രാത്രിയിൽ ശ്രീകുട്ടി വേദ പങ്കുവെച്ച ഒരു ഫോട്ടോയുടെ അടിക്കുറിപ്പ്, അതായത് ചായ കുടിച്ചോ എന്നുള്ള ഒരു അടിക്കുറിപ്പിൽ ഓൾ ഒരു ഫോട്ടോ പങ്കുവെക്കുന്നു. ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓൾ സെൽഫി എടുത്തിരിക്കുകയാണ്. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഓൾ ഇട്ടിരിക്കുന്നു. ഓളുടെ അച്ഛനാണെന്ന് മനസ്സിലാക്കുന്നു. സൈഡിൽ അദ്ദേഹം ഷർട്ട് ഇടാതെയാണ് ഇരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് 2 സ്ത്രീകളുണ്ട്. ഓളുടെ അമ്മയോ അമ്മമ്മയോ ഒക്കെ ആയിരിക്കാം, നമുക്കറിയില്ല. എനിവേ, നടുക്കിയിരിക്കുന്നത് ഓളുടെ മകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ കുട്ടിയുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് ശ്രീകുട്ടിക്ക് ഉണ്ടാകുന്നു. ഏറെ നിരാശാജനകമായ അവസ്ഥ. അതിന്റെ കമന്റുകൾ ഒന്ന് പരിശോധിക്കാം. ശ്രീകുട്ടിക്ക് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ അവസ്ഥ പലർക്കും ഉണ്ടാകുന്നത് വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതായത് ഓളിട്ട ഈ ഒരു പോസ്റ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ യാതൊരു അസ്വാഭാവികതയും ആ പോസ്റ്റിനില്ല. അത് നമ്മൾ സൂം ചെയ്ത് നോക്കിയാലും എങ്ങനെ നോക്കിയാലും എനിക്ക് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ അതിന്റെ താഴെ വന്ന കമന്റുകൾ വളരെ മോശമായുള്ള കമന്റുകളാണ്. സ്വന്തം മകളുടെയും മോളുടെയും തുടയും കഷമൊക്കെ കാണിച്ച് ഈ രീതിയിൽ റീച്ച് ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഇതിൽ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെല്ലാം ഫോട്ടോ സൂം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നാൽ ചുണ്ടൊടിഞ്ഞു പോകും. അച്ഛനാണത്രേ അച്ഛൻ. ആ അച്ഛന് നാണമില്ലേ? ഓൻ അവിടെ ഷർട്ടിടാതിരിക്കുന്നു. പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. കുട്ടികളെ നമ്മൾ ഈ രീതിയിൽ ഫോട്ടോ എടുത്ത് 10 ലൈക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യരുത്. എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷേ കഴുകൻ കണ്ണുകൾ ഈ കുട്ടിയെ നോക്കാൻ ഒരുപാട് പതിയിരിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് വളരെ മോശമായ വൃത്തികെട്ട കമന്റുകൾ. ഈ ഒരു കൊച്ചു പെൺകുട്ടി, നമുക്കറിയാം 10-12 വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത്. എന്നിട്ട ഏറെ ശ്രദ്ധേയമായ ഒരു കമന്റ്, തുടയും കഷവും കാണിക്കാനാണോ ഈ ഫോട്ടോ? ആൾക്കാരെ കൊണ്ട് വല്ലതും പറയിപ്പിക്കാതെ മാന്യമായിട്ട് ഫോട്ടോ ഇട്. നല്ല ബെസ്റ്റ് ഫാമിലി, ഇത്രയും പ്രായമായ അമ്മയും അച്ഛനും ഉണ്ടല്ലോ, ഒന്നും അവർ പറഞ്ഞു തന്നില്ലേ എന്നാണ് ജിജോ ജോർജ് എന്ന് പറയുന്ന ആ ഒരു പഹയൻ ചോദിക്കുന്നത്. എനിക്ക് മാത്രം ഒരു ശക്തമായ റിപ്ലൈ പൊട്ടിത്തെറിച്ചുകൊണ്ട് ശ്രീകുട്ടി നൽകിയിരിക്കുന്നു. നിന്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരെ നിനക്കെന്നാണ് ശ്രീകുട്ടി ചോദിച്ചിരിക്കുന്നത്. അതായത് കമന്റോളുകൾ ധരിച്ചത് ഈ കമന്റ് കണ്ട് തന്റെ സ്വബോധം വീണ്ടെടുത്ത് ശ്രീകുട്ടി തെറ്റ് തിരുത്തി മുന്നോട്ട് വരുമെന്ന് കരുതിയവർക്ക് തെറ്റി. ശ്രീകുട്ടി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഏറെ വൈകാരികമായാണ് പ്രതികരിച്ചിരിക്കുന്നത്. ആ ഒരു പോസ്റ്റിന് ശേഷം താഴോട്ട് ഞാൻ നോക്കിയപ്പോൾ, അതായത് ശ്രീകുട്ടിയുടെ മറ്റുള്ള പോസ്റ്റുകൾക്കൊന്നും ആ രീതിയിലുള്ള കമന്റോ റിയാക്ഷനോ ഒന്നുമില്ല. ഓള് ഈ പറഞ്ഞ കുക്കിങ്ങിന്റെ, മോളുടെ ഫാമിലി വ്ലോഗും, മോളുടെ ചേട്ടനെ പറ്റിയും ഓളുടെ വീട്ടിലെ മറ്റ് കലാപരിപാടികളെ കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടും ഒരു പൂച്ചക്കുട്ടി പോലും മൈൻഡ് ചെയ്യാനില്ലാത്തൊരവസ്ഥ. ഏറിയാൽ 5-6 കമന്റുകളാണ് വരുന്നത്. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഭവം, ഇന്നലെ ഇതുപോലെ വൈറലായ മറ്റൊരു സംഭവം. അതേ, ഒരു പ്രമുഖ നടി, നമ്മൾ നെഞ്ചിലേറ്റിയ ഉർവശി എന്ന് പറയുന്ന പ്രമുഖ നടി, ഒപ്പം തന്നെ മനോജ് കെ ജയന്റെ മകൾ കുഞ്ഞാറ്റ എന്നറിയപ്പെടുന്ന തേജ ലക്ഷ്മി പങ്കുവച്ച ചില ചിത്രങ്ങൾ. നടിയാണ്, നമുക്കൊരിക്കലും ഇവരെ തടുക്കാനാവില്ല, ഏതറ്റം വരെയും പോയേക്കാം. എന്നാൽ സിനിമയിൽ ഇതുവരെ അഭിനയിച്ചിട്ടില്ലാത്ത കുഞ്ഞാറ്റ പങ്കുവച്ച ചില ചിത്രങ്ങൾ കണ്ടിട്ട് പൊട്ടിത്തെറിക്കുന്ന പ്രേക്ഷകരെയാണ് കാണാൻ സാധിക്കുന്നത്. മനോജ് കെ ജയനും ഉർവശിയും ഇത് കാണുന്നില്ലേ? പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയൂ. സിനിമയിൽ നിലനിൽക്കാൻ വേണ്ടി ഈ രീതിയിൽ തുണി അഴിക്കണമായിരുന്നു. കുഞ്ഞു പ്രായമാണ്, സെക്സ് കാണിച്ച് ഉയരാൻ നോക്കരുത്. കുട്ടി കാണിക്കുന്നതിനേക്കാൾ ആയിരക്കണക്കിന് പെൺമക്കൾ പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിൽ കാണിക്കുന്നുണ്ട്. ഇത് പഴയ ലോകമല്ല. സ്വന്തം കഴിവുകൾ കൊണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ ആയ ഉർവശിയുടെ വില കളയാതിരിക്കൂ. നിരവധി കമന്റുകൾ, അശ്ലീല കമന്റുകൾ അടക്കമാണ് കുഞ്ഞാറ്റയുടെ
ഈ ഒരു ഫസ്റ്റ് പോസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഏറെ ദുഃഖകരമായ അവസ്ഥ. അതിനോടൊപ്പം തന്നെ വൈറലായ മറ്റൊരു സംഭവം, അത് മറ്റാരുമല്ല, പ്രമുഖ താരം മീര നന്ദൻ. അതേ, നമുക്കറിയാം, നമ്മൾ നെഞ്ചിലേറ്റിയ താരം തന്നെയാണ്, യാതൊരു സംശയമില്ല. മീര നന്ദൻ ഹണിമൂണുമായി, ഓളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഓള് ഹിന്ദിക്കാരനെ കല്യാണം കഴിച്ചതുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ ഇപ്പോഴും ഉണ്ട്. നിരവധി ആളുകൾ ഓളുടെ ചെറുക്കനെ കണ്ട് പൊട്ടിത്തെറിച്ച ആളുകളുണ്ട്, നമുക്കറിയാം. ഇപ്പോഴിതാ ഒരു വർഷത്തിന് ശേഷം ഓള് ഹണിമൂണുമായി ബന്ധപ്പെട്ട് ഏതോ രാജ്യത്ത് പോയി ചില ചിത്രങ്ങൾ പങ്കുവച്ച്, ആ ചിത്രത്തിൽ ഓള് ബിക്കിനി ഇട്ടതിന് ശേഷം പേരിനും വേണ്ടി വലമാതിരിയുള്ള ഒരു ഡ്രസ്സ് മുകളിൽ കള്ളഹിമാറുകളായ പ്രേക്ഷകർ വെറുതെ വിടുവോ? പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ഓളെ ഏറിൽ നിന്ന് ഏറിലേക്കാണ് കയറ്റിയത്. കമന്റുകളൊന്നും വായിക്കാൻ കൊള്ളാവുന്ന കമന്റുകളൊന്നുമില്ല, അത്രയും അശ്ലീലമായ കമന്റുകളാണ് മീര നന്ദൻ എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ താരത്തിന് വന്നിരിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തുണി ബഹിഷ്കരിക്കാത്ത ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ നിലനിൽപ്പില്ല എന്നുള്ളതാണ്. തുണി ബഹിഷ്കരിക്കാത്ത കള്ളഹിമാറുകൾക്ക് സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നിലനിൽപ്പില്ല. ഓലവസ്ഥ ചവറ്റുകുട്ടയിലാണ്. ഏതെങ്കിലും തരത്തിൽ പോസ്റ്റ് വൈറലാകുകയോ അല്പം റീച്ച് കിട്ടുകയോ ചെയ്യണമെങ്കിൽ തീർച്ചയായും ഒന്നുകിൽ സ്വയം തുണി ബഹിഷ്കരിക്കുക, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആരെങ്കിലും തുണി ബഹിഷ്കരണം നടത്തുക. ഇത് മാത്രമാണ് ഏക പോംവഴി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. തുണി ബഹിഷ്കരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർ കള്ളഹിമാറുകൾ വെറുതെ ഇരിക്കത്തില്ല, പൊട്ടിത്തെറിച്ചുകൊണ്ട് നിരവധി കമന്റുകൾ ഇട്ട് ഷെയറുകൾ നടത്തി ആ ഒരു പോസ്റ്റ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, വൈറലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. എനിക്കറിയാൻ എന്തുകൊണ്ടാണ് 2025 ഈ രീതിയിൽ തുണി ബഹിഷ്കരണത്തെ എന്തുകൊണ്ടാണ് പ്രേക്ഷകർ എതിർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. പ്രത്യേകിച്ചും മലയാളികൾക്ക് കാലം ഇത്ര വികസിച്ചിട്ടും തുണി ബഹിഷ്കരണത്തോട് വലിയ താല്പര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്? ശ്രീകുട്ടി വേദയ്ക്കുണ്ടായ ഈ ഒരു ദുരനുഭവം ശ്രീകുട്ടി വേദ വരുത്തി വെച്ചതാണോ? ഏറെ നിരാശാജനകമായ അവസ്ഥ. എന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ്, കുട്ടികളെ വെച്ച്, മനോജ് കെജയന്റെ കുട്ടിയുടെ കാര്യം പോട്ടെ, സിനിമയിലേക്ക് വരാൻ പോകുന്ന ഒരു കുട്ടിയാണെന്ന് പറയുന്നു, മറ്റുള്ളവർ ഇതുപോലെ കുട്ടികളെ വെച്ച് ഈ രീതിയിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. ഇത്തരം ഫോട്ടോകൾ നല്ലതാണോ ഇല്ലെന്നുള്ള കാര്യം എന്നെക്കാൾ നന്നായി പ്രേക്ഷകർ പറയും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റു വീഡിയോ ആയിട്ട് കാണാം.